എന്തിന് 400 4000 കണക്കുണ്ട്. 28 റിപ്പോർട്ടഡ് ജഡ്ജ്മെന്റ്സ് കേരളത്തിന്റെ വിവിധ ഹൈക്കോടതികളിലുണ്ട്. അതിനകത്ത് ഒരെണ്ണമാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് അയച്ചിട്ടുള്ളത്. ഒരെണ്ണം പാർത്തൻ 400 അല്ല 4000 തെളിവുകൾ തരാം, പക്ഷെ അത് ബോധ്യപ്പെടുത്തേണ്ടിടത്ത് ഞങ്ങൾ ബോധ്യപ്പെടുത്തിക്കോളാം. ഇത് അഫ്ഗാനിസ്ഥാനോ ബംഗ്ലാദേശോ അല്ല, പറയുന്നത് ഷോൺ ജോർജാണ്. പി സിക്കൊപ്പം ക്രൈസ്തവരും ഹിന്ദുക്കളും ഒന്നടങ്കം മുന്നിട്ടിറങ്ങുമ്പോൾ പി സിയെ ഒറ്റപ്പെടുന്നില്ല, പി സി ഒന്ന് തൊട്ടു നോക്കടാ എന്നാണ് ക്രൈസ്തവരും ഹിന്ദുക്കളും പറയുന്നത്. നല്ലവരായ മുസ്ലിം സഹോദരങ്ങളും പി സിക്കൊപ്പം തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ ലവ് ജിഹാദ് പോലെയുള്ള വളരെ ഗുരുതരമായ കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കണം എന്ന് തന്നെയാണ് മുസ്ലിം സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്നിട്ടും എന്താണ് യൂത്ത് കോൺഗ്രസിനും യൂത്ത് ലീഗിനും മറ്റ് ചില സംഘടനകൾക്കും ഇത്ര തിളപ്പ്? ഒറ്റ കാര്യമേ ഉള്ളൂ. ഒന്ന് വോട്ട് ബാങ്ക് രാഷ്ട്രീയം, രണ്ട് പ്രീണനം. ഈ പ്രീണനം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇവരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അതായത് മുസ്ലിം ജനവിഭാഗത്തോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഇവർ ഈ പറയുന്നത് പോലെ എന്താണ് വളരെയധികം ചാടി ഇറങ്ങി ഇപ്പോൾ ഇങ്ങനെ പ്രതികരിക്കുന്നത്. ഒറ്റ കാര്യമേ ഉള്ളൂ, അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വോട്ട് മാത്രമാണ്. രണ്ടാമത്തത് ആരിഫ് ഹുസൈൻ്റെ ഒരു വീഡിയോ ഇന്നലെ ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം അതിലൊരു കാര്യം പറയുന്നുണ്ട്. അതായത് വീഡിയോ ആണോ പോസ്റ്റാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അതിൽ അദ്ദേഹം പറയുന്നത് ഈ പ്രണയം എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഹറാമായൊരു കാര്യമാണ്, പ്രണയിക്കാൻ പാടില്ല, പ്രണയം ഹറാമാണ് യഥാർത്ഥത്തിൽ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഇവർ പറയുന്ന ന്യായീകരണം എന്താണ്? പ്രണയം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ന്യായീകരിക്കുന്ന ആളുകളെ കാണുമ്പോൾ സഹതാപം തോന്നുന്നു എന്നാണ് പറയുന്നത്. ഹറാമായ കാര്യമായാലും പ്രണയിക്കാത്ത എത്ര മുസ്ലിങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ വളരെയധികം കുറവായിരിക്കുമെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ആവശ്യത്തിന് അതൊക്കെ മാറ്റി വെക്കും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നൊരു വാക്കിൽ പിടിച്ചു തൂങ്ങുകയാണ് ഇവരൊക്കെ. ലവ് ജിഹാദിൻ്റെ ഒരു തെളിവ് കാണിച്ചു തരൂ, ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ അത് കാണിക്കൂ. ഇതാണ് തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒറ്റ ഉത്തരമേ ഉള്ളൂ, ലവ് ജിഹാദ് എന്ന വാക്കിലല്ല പിടിച്ചു തൂങ്ങേണ്ടത്. ലവ് ജിഹാദ് എന്ന പേര് ഇപ്പം ഞാനൊരു പരാതി കൊണ്ട് സ്റ്റേഷനിൽ കൊടുക്കുന്നു. അതായത് എന്നെ പ്രണയിച്ചു ഞാൻ, എന്നിട്ട് കല്യാണം കഴിക്കണമെങ്കിൽ ഞാൻ മതം മാറണമെന്ന് പറഞ്ഞ് ഞാൻ സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുന്നു. ആ സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അവരെങ്ങനെയാണ് കേസ് രജിസ്റ്റർ ചെയ്യുക? നിർബന്ധിച്ച് മതം മാറ്റാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്യുക. അല്ലെങ്കിൽ അവിടെ ലവ് ജിഹാദ് എന്ന് ചേർക്കുമോ പോലീസ്? ഇല്ലല്ലോ, പോലീസ് അത് ചേർക്കില്ല. കാരണം അത്തരത്തിലൊരു വേർഡ്, അത്തരത്തിലൊരു ഭാഷ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഉണ്ടായി വന്ന ഒരു കാര്യമാണ്. അതിൽ പിടിച്ചാണ് തൂങ്ങുന്നത്. പകരം മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പരിശോധിക്കും. അവിടെയാണ് നിങ്ങൾക്ക് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട കാര്യം കാണാൻ കഴിയുക. അല്ലാതെ ലവ് ജിഹാദ് എവിടെ, FIRൽ ലവ് ജിഹാദ് എന്ന വാക്ക് എവിടെ എന്ന് ചോദിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. അത് എന്താണ്, ഒരു തരം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു തരം കാര്യമാണ്. ഇനി രണ്ടാമത്തത്, കേരളത്തിലെ അനവധിയായ പെൺകുട്ടികൾ വന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഈ എന്താണ് ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ. ഒരുപാട് സൈക്കോളജിസ്റ്റുകളും സൈക്യാട്രിസ്റ്റുകളും അവരുടെ മുമ്പിലേക്ക് വന്ന കേസുകളിൽ ഇത്തരത്തിൽ പ്രണയിച്ച് മതം മാറ്റപ്പെട്ട് അവരുടെ രക്ഷിതാക്കളും അവളെ ഈ പറയുന്ന പെൺകുട്ടികളെയും കൂട്ടി വന്നിട്ട് ഒരു രക്ഷയുമില്ലാതെ വന്ന ആളുകളുണ്ട്. അവരുടെ അനുഭവങ്ങൾ നിരവധിയായ സൈക്കോളജിസ്റ്റുകൾ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള സൈക്കോളജിസ്റ്റുകൾ തുറന്നു പറയുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് അവരുടെ വാക്കുകൾ മുഖവിലേക്ക് എടുക്കാത്തത്? നിങ്ങൾക്ക് തെളിവുകൾ തരാം. അതായത് ഈ പറയുന്ന ആളുകൾക്ക് തെളിവുകൾ കൊടുക്കാം. സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഡയറക്റ്റ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. രണ്ടാമത്തത്, ഞാൻ ഇന്നലെ ശ്രുതിയെ വിളിച്ചിരുന്നു. ശ്രുതി എന്ന് പറയുന്നത് നമ്മുടെ ആർഷവിദ്യാ സമാജവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ മതം മാറ്റപ്പെട്ട ഒരു കുട്ടിയാണ്. അത് ലവ് ജിഹാദ് ആയിരുന്നില്ല, പക്ഷെ ഒരു ആളുടെ പ്രേരണ മൂലം മതം മാറുകയും അതിലേക്ക് അകപ്പെടുകയും ചെയ്തു പോയൊരു കുട്ടിയാണ്. തിരിച്ച് ആർഷവിദ്യാ സമാജത്തിൻ്റെ ഇടപെടൽ മൂലം തിരിച്ച് വന്നൊരു പെൺകുട്ടിയാണ്. അവരോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അതായത് അവിടെയുള്ള മറ്റ് പെൺകുട്ടികളെ പറ്റി നിരന്തരമായി ഇങ്ങനെ പ്രണയിച്ച് വലയിലാക്കി അതിൻ്റെ അവിടെ നിന്ന് മതം മാറ്റപ്പെടുകയും ആ മതം തലയിൽ എന്താണ് മയക്കുമരുന്ന് പോലെ ഇഞ്ചക്ട് ചെയ്യുകയും ചെയ്ത കഥകൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മുമ്പും കേട്ടിട്ടുണ്ട്. ഈ ലവ് ജിഹാദിനെ സംബന്ധിച്ച് കേരളത്തിലെ ഈ ശ്രുതി ഉൾപ്പെടെ, ആതിര ഉൾപ്പെടെ, അതുപോലെ തന്നെ ചിത്രയാണെന്ന് തോന്നുന്നു, 4ഓളം പെൺകുട്ടികൾ പുസ്തകം എഴുതിയിട്ടുണ്ട് ലവ് ജിഹാദിനെ കുറിച്ച്, അതിലെ സത്യങ്ങളെക്കുറിച്ച്, അവർ കണ്ട പെൺകുട്ടികളെക്കുറിച്ച്, അവരുടെ പ്രയാസങ്ങളെക്കുറിച്ച്. പലപ്പോഴും പല ആളുകൾക്കും ഈ ചാനലുകൾക്ക് മുമ്പിൽ വന്നിരുന്നു കൊണ്ട് ഇവരുടെ കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയെക്കുറിച്ച്, ഞാൻ ലവ് ജിഹാദിന് അടിമയായിരുന്നു എന്ന് പറയുമ്പോൾ
സമൂഹം എങ്ങനെയാണ് എന്നെ കാണുക, അത് കഴിഞ്ഞതോ കഴിഞ്ഞു, ഇനിയും എന്നെ കൊത്തി വലിക്കരുത് എന്ന് പറയുന്ന പെൺകുട്ടികളെ കാണാൻ കഴിയും. ഇപ്പോൾ ഒരു പ്രണയിച്ച് കൊണ്ടുപോവുകയും എന്നിട്ട് മതം മാറ്റാൻ നിർബന്ധിക്കുകയും അവിടെ നിന്ന് അത് ചെയ്തില്ലെങ്കിൽ പീഡിപ്പിക്കുകയും ചെയ്യുന്നൊരു പെൺകുട്ടിയുടെ മനസ്സ് എത്രമാത്രം തകർന്നു പോകുന്നു നമുക്കറിയാമല്ലോ. കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഒന്ന്, പ്രണയം തകർന്ന വേദന. രണ്ട്, ഇവൻ്റെ ഉദ്ദേശം ഇതായിരുന്നു എന്ന് മനസ്സിലാകുമ്പോഴുള്ള പ്രയാസം. ഇതൊക്കെയും ശേഷം വീണ്ടും നമ്മൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്ന് പറയുമ്പോഴുള്ള അവരുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ പരിഗണിക്കണ്ടേ? അത് ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ആ തരത്തിൽ ഇതിലേക്ക് വന്ന് പറയാൻ പറ്റാത്ത പെൺകുട്ടികളുണ്ട്, പക്ഷെ ധൈര്യപൂർവ്വം വന്ന് പറയുന്ന പെൺകുട്ടികളുണ്ട്. അങ്ങനെയുള്ള ഒട്ടനവധി ഉദാഹരണങ്ങൾ ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയും, ഒരുപാട് ഡീറ്റെയിൽസുകൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയും. ഇതാണ് കേരളത്തിലെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കേരളത്തിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇത് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളെ കൂട്ടിക്കുഴയ്ക്കണ്ട. മുസ്ലിങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ച് ഞങ്ങളുടെ മതത്തിലേക്ക് കൊണ്ടുവരണം ചിന്തിക്കുന്നില്ല. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? SDPI ആണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ആണ്. ഇതിന്റെ പിന്നിൽ പങ്കുണ്ടായിരുന്നു. കാരണം സത്യസരണിയിൽ എന്താണ് നടന്നുകൊണ്ടിരുന്നത്? ഈ മാധ്യമങ്ങളൊക്കെ എന്തുകൊണ്ടാണ് സത്യസരണിയിലേക്ക് ഒന്ന് പുറകോട്ട് സഞ്ചരിച്ച് അവിടുത്തെ കാര്യങ്ങൾ ആലോചിക്കാത്തത്? സത്യസരണിക്കുള്ളിൽ അവരുടെ മതപഠന കേന്ദ്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ആ ഒരു കെട്ടിടത്തിനകത്ത് നടന്നത് പല പെൺകുട്ടികളെയും അതിനകത്ത് എത്തിക്കുക, അവിടെ നിന്ന് ഈ പറയുന്ന മതപ്രബോധനം നടത്തിയിട്ട് ഈ മസ്തിഷ്ക പ്രക്ഷാളനം നടന്നൊരു പരിപാടിയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഉൾപ്പെടെ സത്യസന്ധ എത്തിയിട്ടുണ്ടെന്നുള്ള ചില വാർത്തകൾ പുറത്തു വന്നത് സത്യാവസ്ഥ എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അത് എപ്പോഴും പുറത്തു വരേണ്ട കാര്യമാണ്. പക്ഷേ അവിടെ ആളുകൾ, സാധാരണ കേരള പോലീസിന് സത്യസരണി കയറാൻ പറ്റില്ലായിരുന്നു, അറിയാമോ? ഈ നമ്മുടെ രാജ്യം, അതായത് ഇന്ത്യ മഹാരാജ്യത്ത് മലപ്പുറം ജില്ലയിലുള്ള ഒരു സ്ഥലത്തുള്ള സത്യസരണിക്കകത്ത് പോലീസ് ചെന്നാൽ അവിടെ കൂട്ടമായി വന്ന് പ്രതിരോധിക്കുക. ഇവിടത്തേക്ക് കയറാൻ പറ്റില്ല എന്നായിരുന്നു പറഞ്ഞത്. ഒരു സുപ്രഭാതത്തിൽ NIA വന്ന് കയറി ഇറങ്ങി പോയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അപ്പോൾ ആ തരത്തിൽ കാര്യങ്ങളെ കൊണ്ടുപോയിരുന്നൊരു സ്ഥലമാണ് ഇത് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഈ പറയുന്ന പല ആളുകളും വന്നിട്ട് ഇസ്ലാമോഫോബിയ എന്ന് വിളിച്ചു പറയേണ്ട കാര്യം എന്താ? ഇസ്ലാം മതത്തിലെ തീവ്രവാദത്തെ വേരോടെ പിഴുതെറിയേണ്ടതുണ്ട്. അത് ഏത് തീവ്രവാദമായാലും അതിന് ഇസ്ലാം മതത്തെ ഒരു പ്രതിരോധ ചട്ടയാക്കി മാറ്റുകയാണ് ഇവർ ചെയ്യുന്നത്. ഒന്ന്. രണ്ടാമത്തത്, ഇതിന്റെ പുറകിൽ വോട്ട് ബാങ്ക് മാത്രമാണ്. BJP വളരെ മുന്നുള്ള പേടി. അത് മാറ്റിവെക്കൂ. BJPയോ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി നമ്മുടെ രാജ്യത്തിന്റെ പോക്ക്, രാജ്യത്തിന്റെ മുന്നോട്ടുള്ള വളർച്ച, നമ്മുടെ സുരക്ഷിതത്വം, ഇതൊക്കെയല്ലേ പരിഗണിക്കേണ്ടത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് ഷോൺ ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഷോൺ ജോർജ് ഇന്നലെ കൃത്യമായി മാധ്യമപ്രവർത്തകരെ കണ്ടു പറഞ്ഞു, അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഉള്ള കാര്യം വിളിച്ചു പറയാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമേ പറയരുത്. ഇപ്പം ഒരു ലവ് ജിഹാദിനെ പറ്റി ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ ഇതിനെപ്പറ്റി മിണ്ടരുത് എന്ന നിലയിലാണ് മാധ്യമങ്ങളൊക്കെ ചർച്ച നടത്തുക. പിന്നെ അവരെ ആക്രമിക്കുക. ഇത് അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ അല്ല എന്ന് കൃത്യമായി ഷോൺ ജോർജ് മറുപടി കൊടുത്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, നിങ്ങൾക്ക് തന്നെ ആദ്യം ഇതിൽ പറഞ്ഞ 400 അല്ല 4000 തെളിവ് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ഷോൺ ജോർജ് ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് തെളിവ് തരാം, പക്ഷെ ആ തെളിവ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. ഈ കേന്ദ്ര അന്വേഷണ ഏജൻസി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു കാര്യമേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഇവിടെ. യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞത് എന്താ? കേന്ദ്ര സർക്കാർ പറഞ്ഞത് മതപരിവർത്തനം നടക്കുന്നില്ല എന്നോ പ്രണയത്തിന്റെ പേരിൽ മതപരിവർത്തനം നടക്കുന്നില്ല എന്നോ അല്ല, ലവ് ജിഹാദ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളില്ല എന്നാണ് പറഞ്ഞത്. കേന്ദ്രത്തിന് അതല്ലാതെ എന്താ പറയാൻ പറ്റുക? ലവ് ജിഹാദ് എന്ന പേരിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെടില്ലെന്നേ. അതാദ്യം മനസ്സിലാക്കാനുള്ള വിവരം വേണ്ടേ? നേരത്തെ ഞാൻ പറഞ്ഞത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ധന്യ പരാതി കൊണ്ടുവച്ചു കൊടുത്താലോ ഞാൻ പരാതി കൊണ്ടു കൊടുത്താലോ ലവ് ജിഹാദ് എന്ന FIR രജിസ്റ്റർ ചെയ്യില്ല. അതിനെ പിടിച്ചു തൂങ്ങിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് PSC പറഞ്ഞതിലെ സത്യാവസ്ഥ, അത് പറയാൻ PC കാണിച്ച നട്ടല്, അത് നമ്മൾ ഒരിക്കൽ കൂടി മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമാണ്. ആ ധൈര്യത്തെ നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. PC പറഞ്ഞ ചില വാചകങ്ങളിൽ എന്തെങ്കിലും പ്രയാസമുണ്ട്, അത് മറ്റു ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്, അത് ഓക്കെ, അംഗീകരിക്കാം. പക്ഷേ എന്ത് സത്യസന്ധമായ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോഴും വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് അയാളെ അങ്ങ് തകർത്ത് കളയാമെന്നുള്ള കാര്യം ഇനി കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. അതിൻ്റെ സൂചന ഇന്നലെ തൊട്ട് കണ്ടു കഴിഞ്ഞു. സോഷ്യൽ മീഡിയ എല്ലാം എടുത്ത് നോക്കിയാൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമായിട്ടുള്ള ആളുകൾ PCക്ക് പ്രതിരോധ കവചം തീർത്തുകൊണ്ട് മുന്നിൽ വരുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. KCBC ഈ കാര്യത്തിൽ PCക്ക് പിന്തുണയുമായി വരുന്ന കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിനോടനുബന്ധിച്ച് ഈ പറയുന്ന ക്രിസ്ത്യൻ സഭകളെയും ക്രിസ്ത്യാനികളെയും ആക്രമിച്ചുകൊണ്ട് അവരെ പൊലഭ്യം പറഞ്ഞുകൊണ്ടാണ് സുഡാപ്പികൾ ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത്. ഇനിയെങ്കിലും ഇതൊക്കെ ആളുകൾ മനസ്സിലാക്കിയാൽ നല്ലത്.